സത്യം സത്യമായി അരുളിയ തിരുവചനം, നിത്യസത്യമായി അരുളിയ ദിവ്യവചനം, ശാന്തിയായി ദീപമായി വിടുതലായി രക്ഷയായി സത്യവചനം. സത്യം സത്യമാ, സത്യം സത്യമാ, സത്യം സത്യമാ, സത്യം സത്യമാ. ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, ഒരു കാറ്റും അടങ്ങാതിരുന്നിട്ടില്ല, ഒരു രാവും പുലരാതിരുന്നിട്ടില്ല, ഒരു നോവും കുറയാതിരുന്നിട്ടില്ല. തിരമാലയിൽ ഈ ചെറുതോണിയിൽ, തിരമാലയിൽ ഈ ചെറുതോണിയിൽ, അമരത്തെന്നരികിൽ അവനുള്ളതാൽ ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, ഒരു കാറ്റും അടങ്ങാതിരുന്നിട്ടില്ല. സത്യം സത്യമായി എന്ന ദൈവവചന സന്ദേശത്തിലേക്ക് ഏവർക്കും സ്വാഗതം. സത്യം സത്യമാ. ബൈബിളിലെ വളരെ ചിന്തോദ്ദീപകമായ, ശ്രദ്ധിക്കുവാൻ ആവശ്യമായ ഒരു പ്രയോഗമുണ്ട്. 2 കൊരിന്ത്യർ 5:10 അതിങ്ങനെയാണ് പറയുന്നത്: അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തതിന് തക്കവണ്ണം നാം പ്രാപിക്കും എന്ന്. വളരെ ശ്രദ്ധയോടെ പഠിക്കേണ്ട ഒരു പ്രയോഗമാണത്. അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തതിന് തക്കവണ്ണമാണ് ദൈവത്തിൻ്റെ ന്യായാസനത്തിൽ നിന്നും ഒരുവൻ പ്രാപിക്കുവാൻ പോവുക എങ്കിൽ, അവൻ മരിച്ച ശേഷം അവന് വേണ്ടി വേറൊരുവൻ ചെയ്യുന്ന ക്രിയകൾ കൊണ്ട് ഈ മൃതന് പ്രയോജനമുണ്ടാകുമെന്ന് ചിന്തിക്കുന്നത് ഈ നമ്മൾ വായിച്ച വാക്യത്തിന് വിരുദ്ധമാണ്. സാമാന്യ ബുദ്ധിക്കും വിരുദ്ധമാണ്. മരണശേഷം മറ്റുള്ളവരുടെ കർമ്മങ്ങളാൽ, ശേഷക്രിയകളാൽ മൃതന് പ്രയോജനമുണ്ടാകും എന്ന ചിന്ത. പ്രിയ സ്നേഹിതരെ, ഈ തെറ്റിദ്ധാരണ നാം തിരുത്തേണ്ടതുണ്ട്. അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തതിന് തക്കവണ്ണമാണ് ദൈവം പ്രതിഫലം കൊടുക്കുന്നത് എങ്കിൽ, ആത്മരക്ഷ ജീവിച്ചിരിക്കുമ്പോൾ നേടേണ്ട ഒന്നാണ് എന്ന് സാമാന്യേന നമുക്ക് പറയാൻ കഴിയും. അതിന് തർക്കമുള്ള കാര്യമല്ല. ഇന്നാകുന്നു രക്ഷാ ദിവസം, ഇന്നാകുന്നു സുപ്രസാദകാലം എന്ന് ബൈബിൾ മറ്റൊരിടത്ത് പറയുന്നുണ്ട്. നാളെയല്ല, അത് ലോട്ടറിക്കാർ പറയുന്ന പ്രയോഗമാണ്, നാളെ 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 എന്നുള്ളത്. നമ്മുടെ ആത്മാവിൻ്റെ രക്ഷ ഒരു ഭാഗ്യപരീക്ഷണമല്ല, അത് ഇന്ന് ഇപ്പോൾ നാം ഇവിടെ ഉറപ്പാക്കേണ്ട കാര്യമാണ്. ബൈബിളും അത് തന്നെ പറയുന്നു. ശരീരത്തിലിരിക്കുമ്പോൾ അവനവൻ ചെയ്ത പ്രവൃത്തികൾക്ക് തക്കവണ്ണം, അല്ലെങ്കിൽ വിശ്വസിച്ച വിശ്വാസത്തിന് തക്കവണ്ണമാണ് ദൈവം പ്രതിഫലം കൊടുക്കുന്നത്. ഈ അടിസ്ഥാന പ്രമാണം, ആത്മീയ ജീവിതത്തിൻ്റെ അടിസ്ഥാന പ്രമാണം നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? അതോ ഒരു ലാഘവ ബുദ്ധിയോടെ വരുന്നിടത്ത് വെച്ച് കാണാം, മരിച്ചു കഴിഞ്ഞിട്ട് അങ്ങ് ചെല്ലുമ്പോൾ കാര്യങ്ങൾ നോക്കാം എന്നൊക്കെ പറയുന്ന പല ആളുകളെയും ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അതുപോലെയാണോ നിങ്ങൾ? പ്രിയപ്പെട്ടവരെ, മരണശേഷം ഉറപ്പാക്കുവാൻ കഴിയുന്ന ഒന്നല്ല ഏറ്റവും പ്രാധാന്യമുള്ള ആത്മരക്ഷ എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. നീട്ടിവെക്കുവാൻ പാടില്ലാത്തത്ര ഗൗരവതരമായ ഒരു കാര്യമാണ് ആത്മാവിൻ്റെ രക്ഷ എന്നുള്ളത്. അതിൻ്റെ പ്രാധാന്യം കുറിക്കുന്ന മറ്റൊരു വാക്യവും ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ. ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും ആത്മാവ് നഷ്ടമായാൽ അവൻ എന്ത് പ്രയോജനമെന്ന് ചോദിച്ചത് മറ്റാരുമല്ല, ലോകത്തെ ഏറ്റവും അധികം സ്വാധീനിച്ചിട്ടുള്ള യേശു കർത്താവാണ്, യേശു മിശിഹായാണ്. ഞാൻ പ്രാരംഭമായി നിങ്ങളെ ഉദ്ദീപിപ്പിക്കുവാൻ ഉദ്ദേശിക്കുന്ന കാര്യം, ആത്മരക്ഷ ജീവിച്ചിരിക്കുമ്പോൾ അവനവൻ സ്വായത്തമാക്കേണ്ടതാണ്, നീട്ടിവെക്കുവാൻ അനുവാദമുള്ളതല്ല. ശേഷക്രിയകൾ നമ്മെ രക്ഷിക്കുമെന്ന് നാം വ്യാമോഹിക്കുന്നത് യുക്തിസഹമല്ല. ഞാൻ ഇങ്ങനെ കൂടെ പറയുവാൻ ധൈര്യപ്പെടുകയാണ്.
ശേഷക്രിയകൾ ജന്മം കൊണ്ടത് മതങ്ങളുടെ പരാജയത്തിൽ നിന്നാണ്. ജീവിച്ചിരിക്കുമ്പോൾ ഉറപ്പാക്കുവാൻ കഴിയാത്ത ആത്മരക്ഷ മരണശേഷം ഞങ്ങൾ എങ്ങനെയെങ്കിലും തരപ്പെടുത്തി തരാമോ എന്ന് നമ്മെ വ്യാമോഹിപ്പിക്കുന്ന, നമ്മെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു ആശയമാണ് ശേഷക്രിയകൾ. അതുകൊണ്ട് മരണശേഷം ഉറപ്പാക്കുവാൻ കാത്തിരിക്കേണ്ട ഒന്നല്ല ആത്മാവിൻ്റെ രക്ഷ. ഇന്ന്, ഇപ്പോൾ, ഇവിടെ ഉറപ്പാക്കേണ്ട ഒന്നാണ്. പലപ്പോഴും ആളുകളോട് ഈ യാഥാർത്ഥ്യം ഞങ്ങൾ പ്രസംഗിക്കുമ്പോൾ അവർ പറയാറുണ്ട്, അതൊക്കെ പിന്നീടല്ലേ, മരണശേഷമല്ലേ, അപ്പോൾ കാണാം എന്ന്. ഇതിനേക്കാൾ അപകടകരമായ, അബദ്ധജടിലമായ മറ്റൊരു പ്രതികരണം ഉണ്ട് എന്ന് തോന്നുന്നില്ല. അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ഇന്നാകുന്നു സുപ്രസാദകാലം, ഇന്നാകുന്നു രക്ഷാദിവസം. ജീവിച്ചിരിക്കുമ്പോൾ നാം ഉറപ്പാക്കണം നമ്മുടെ ആത്മരക്ഷയെ. ഈ പ്രസ്താവന നടത്തുമ്പോൾ പലരും ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ്, അതെങ്ങനെ സാധ്യമാകും? ലോകത്തിലെ ചുരുക്കം ചില അതിഭക്തന്മാരും അതിപണ്ഡിതന്മാരും അവർക്ക് മാത്രം സാധ്യമാകുന്ന ഒന്നല്ലേ ആത്മരക്ഷ? ക്രിസ്തീയ ഗോളങ്ങളിൽ തന്നെ വിശുദ്ധന്മാരായ എത്ര ചുരുക്കം ആളുകളാണ് വാഴിക്കപ്പെട്ടിട്ടുള്ളത്. സാധാരണക്കാരിൽ സാധാരണക്കാരായ നമുക്ക് ജീവിച്ചിരിക്കുമ്പോൾ ആത്മരക്ഷ ഉറപ്പാക്കുവാൻ കഴിയുമോ എന്ന് ചോദിക്കുന്നവരുണ്ട്, ഭയപ്പെടുന്നവരുണ്ട്. അങ്ങനെ പറയുന്നത് അഹങ്കാരമാണ് എന്ന് പറയുന്ന പലരെയും ഞാൻ കണ്ടിട്ടുണ്ട്. അല്ല, അത് അഹങ്കാരമല്ല പ്രിയപ്പെട്ടവരെ, അത് ഒരു ആവശ്യമാണ്, അത്യാവശ്യമാണ്. എൻ്റെ ആത്മാവിൻ്റെ രക്ഷ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ ഉറപ്പുവരുത്തേണ്ടത് എൻ്റെ ആവശ്യമാണ്, അത്യാവശ്യമാണ്. അത് നീക്കി വെക്കുന്നത് അപകടകരമാണ്. കാരണം ഞാൻ എപ്പോഴാണ് മരിക്കുന്നതെന്ന് എനിക്കറിയാമോ? ഇല്ല. അടുത്ത നിമിഷം ഞാൻ ഈ പറയുന്ന വാക്കുകൾ പൂർത്തീകരിക്കുവാൻ എനിക്ക് കഴിയുമോ എന്ന് എനിക്കറിയില്ല. അങ്ങനെയെങ്കിൽ അടുത്ത നിമിഷം ഞാൻ ദൈവത്തിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കുമ്പോൾ എൻ്റെ ആത്മരക്ഷ ഉറപ്പാക്കിയിട്ടില്ലെങ്കിൽ ഞാൻ എത്ര വലിയ ഭോഷനാണ്. അതുകൊണ്ട് എൻ്റെ അനുഭവത്തിൽ നിന്നും ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിലും എനിക്ക് പറയുവാൻ കഴിയും, ആത്മാവിൻ്റെ രക്ഷ ജീവിച്ചിരിക്കുമ്പോൾ ഒരു സാധാരണക്കാരന് സാധ്യമാകുന്നതാണ്. ബൈബിൾ ഒരിടത്ത് പറയുന്നുണ്ട് രക്ഷ മനുഷ്യർക്ക് അസാധ്യമെന്ന്. എന്നാൽ അതിനോട് ചേർന്ന് ബൈബിൾ പറയുന്നു ദൈവത്തിന് സകലവും സാധ്യമെന്ന്. അതായത് രക്ഷ സാധ്യമാക്കുന്നത് ദൈവമാണ്, മനുഷ്യനല്ല. മനുഷ്യർക്ക് അസാധ്യമായ രക്ഷ ദൈവം സാധ്യമാക്കുന്നു എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകട്ടെ. ആർക്കാണ് ഈ രക്ഷ ലഭ്യമാകുന്നത് എന്ന് നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ആർക്കാണ് രക്ഷ ലഭ്യമാവുക? സ്വാഭാവികമായും ആളുകൾ ചിന്തിക്കുവാൻ സാധ്യതയുള്ളത് ഏറ്റവും നന്നായി ജീവിക്കുന്നവർക്ക്, ഏറ്റവും അധികം പ്രാർത്ഥിക്കുന്നവർക്ക്, ഏറ്റവും അധികം സൽപ്രവൃത്തികൾ ചെയ്യുന്നവർക്ക്, ഏറ്റവും അധികം ത്യാഗപ്രവൃത്തികൾ ചെയ്യുന്നവർക്കാണ് ഈ രക്ഷ സാധ്യമാകുന്നത് എന്നാണ് പൊതുവെ പറയുവാൻ സാധ്യതയുള്ളത്. അതിനെക്കുറിച്ചും ഞങ്ങൾക്ക് പറയുവാനുള്ളത് അതും ശരിയല്ല എന്നാണ്. കാരണം ഒരു മനുഷ്യൻ എത്ര നന്നായി ജീവിച്ചാലും എത്ര സൽപ്രവൃത്തികൾ ചെയ്താലും അവന് തന്നെ സ്വർഗത്തിന് യോഗ്യനാക്കുക സാധ്യമല്ല. ഞങ്ങൾ പലപ്പോഴും പറയാറുള്ളത് പോലെ സ്വർഗത്തിലെ പാസ് മാർക്ക് 100%. 99.9 അവിടെ പരാജയപ്പെടുമ്പോൾ സ്വർഗത്തിലെ പാസ് മാർക്ക് 100% എന്ന് നാം മറക്കരുത്. ഈ ആശയം വിശദീകരിക്കുവാനായിട്ട് ഞാൻ ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ. ഏദൻ തോട്ടത്തിൽ ആദവും ഹവ്വയും എത്രാമത്തെ പാപം ചെയ്തപ്പോഴാണ് ദൈവം അവരെ പുറത്താക്കിയതെന്ന് ചോദിച്ചാൽ രണ്ടാമത്തെ പാപം ചെയ്യുന്നതുവരെ ദൈവം കാത്തു നിന്നില്ല എന്ന് നാം ഓർക്കണം. ഒന്നാമത്തെ പാപം, ഒരു പാപം ദൈവ സാന്നിധ്യത്തിൽ നിന്ന്, ഏദൻ തോട്ടത്തിൽ നിന്ന് അവരെ പുറത്താക്കിയെങ്കിൽ നാമും ഒന്ന് സമ്മതിച്ചേ പറ്റൂ. അനേക പാപങ്ങളുള്ള നമുക്ക് നാം താരതമ്യേന മെച്ചപ്പെട്ട ജീവിതമാണ്, മറ്റവനേക്കാൾ നല്ല ജീവിതമാണ് ജീവിച്ചത്. തമ്മിൽ ഭേദം തൊമ്മൻ ഞാനാണ്, അതുകൊണ്ട് എനിക്ക് സ്വർഗത്തിൽ പ്രവേശനം സാധ്യമായേക്കും എന്ന് പ്രതീക്ഷിക്കരുത്, വ്യാമോഹിക്കരുത്. സ്വർഗത്തിലെ പാസ് മാർക്ക് 100%. അങ്ങനെ ഒരു മനുഷ്യൻ ലോകത്തുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് ഉത്തരം. ഈശോ മിശിഹായെ മാറ്റി നിർത്തി ഇല്ല എന്നാണ് ഉത്തരം. എങ്കിൽ പിന്നെ ആര് സ്വർഗത്തിൽ പോകുമെന്ന ചോദ്യം ചോദിച്ചാൽ മാനുഷികമായ നിലയിൽ മനുഷ്യന്റെ കഴിവ് കൊണ്ട്, മനുഷ്യന്റെ പ്രവൃത്തി കൊണ്ട് ഒരുത്തനും സ്വർഗത്തിൽ പോകയില്ല. മത്തായിയുടെ സുവിശേഷം 19-26 പറയുന്നത് അതല്ലേ, രക്ഷ മനുഷ്യർക്ക് അസാധ്യം. എന്നാൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മനുഷ്യർക്ക് അസാധ്യമായ രക്ഷ ഈശോ മിശിഹായിലൂടെ, ക്രൂശിക്കപ്പെട്ടവനിലൂടെ നമുക്ക് ലഭിക്കുന്നു എന്ന സുവിശേഷമാണ് ഞങ്ങൾ ഇവിടെ പറയുവാൻ ആഗ്രഹിക്കുന്നത്. ഈശോ മിശിഹ ഒരു പാപവും ചെയ്യാതെ ജീവിച്ച പരിശുദ്ധനാണ്. മാത്രവുമല്ല ഈശോ മിശിഹ പ്രപഞ്ച ശക്തികളുടെ മേൽ അധികാരമുള്ള, മരണത്തിൻ്റെ മേൽ അധികാരമുള്ള, വെള്ളത്തിൻ്റെ മീതെ നടന്ന, വെള്ളത്തെ വീഞ്ഞാക്കിയ, മരിച്ചവനെ മടക്കി വരുത്തിയ, ഏതത്ഭുതവും ചെയ്യുവാൻ കഴിവുള്ള
ഈശോ മിശിഹ ഒരു ബലഹീനനെ പോലെ ക്രൂശിൽ മരിച്ചു. ഒരു പാപവും ചെയ്യാത്തവൻ വലിയ പാപിയെ പോലെ ക്രൂശിൽ മരിച്ചു. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വിരോധാഭാസം ദൈവപുത്രന്റെ ജീവിതത്തിൽ സംഭവിച്ചത്? പരിശുദ്ധനായവൻ പാപത്തിന്റെ ശമ്പളമായ മരണം അനുഭവിക്കേണ്ടതുണ്ടായിരുന്നോ? ഇല്ല. സർവശക്തനായവൻ ബലഹീനനെ പോലെ ക്രൂശിൽ തൂങ്ങേണ്ടതുണ്ടായിരുന്നോ? ഇല്ല. പക്ഷേ ഇത് രണ്ടും സംഭവിച്ചു. എന്തുകൊണ്ട്? കൊറിന്ത്യർ ലേഖനം 5-ാം അധ്യായം ശ്രദ്ധയോടെ വായിക്കുന്നവർക്ക് നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു കാര്യമാണ്, പാപമറിയാത്തവനെ ദൈവം നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് നമുക്ക് വേണ്ടി പാപമാക്കി എന്ന പ്രഖ്യാപനം. അതെ, ഈശോ മിശിഹായുടെ ക്രൂശു മരണത്തിന്റെ പിറകിലുള്ള ന്യായീകരണം എന്ന് പറയുന്നത്, ഈശോ മിശിഹ ക്രൂശിൽ മരിച്ചത് തന്റെ പാപത്തിന് വേണ്ടിയല്ല, സർവ്വലോകത്തിന്റെയും പാപത്തിന്റെ പരിഹാരാർത്ഥമാണ്. പാപം ചെയ്യാത്തവൻ സർവ്വലോകത്തിന്റെയും പാപത്തെ ചുമന്നുകൊണ്ട് മരിക്കുന്നതിനെയാണ് ഇവിടെ കുറിക്കുന്നത്. പാപമറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. ഈശോ മിശിഹായുടെ മുന്നോടിയായ സ്നാപക യോഹന്നാൻ ഈശോ മിശിഹായെ പരിചയപ്പെടുത്തുന്ന വാക്കുകളും വളരെ അർത്ഥഗർഭമാണ്. ഇതാ ലോകത്തിന്റെ പാപങ്ങളെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ഈശോ മിശിഹ ക്രൂശിലേറിയത് തന്റെ പാപനിമിത്തമല്ല, തന്റെ ബലഹീനത നിമിത്തമല്ല, അവൻ ലോകത്തിന്റെ പാപങ്ങളെ ചുമന്നൊഴിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് അവൻ പാപത്തിന്റെ ശമ്പളമായ മരണം നമുക്കോരോരുത്തർക്കും വേണ്ടി അനുഭവിച്ചത്. ഈ ചരിത്ര വസ്തുതയെ, ഈ യാഥാർത്ഥ്യത്തെ ഏതൊരുവൻ അംഗീകരിക്കുന്നുവോ വിശ്വസിക്കുന്നുവോ അവന് സയുക്തികമായ സമ്പൂർണമായ പാപവിമോചനമുണ്ട് എന്നതാണ് ബൈബിളിലെ സുവാർത്ത. ഇതിനെയാണ് സുവിശേഷമെന്ന് വിളിക്കുന്നത്. ഈശോ മിശിഹ സർവ്വലോകത്തിൻ്റെയും പാപത്തെ ചുമന്നുകൊണ്ടാണ് ക്രൂശിലേറിയത്. തൻ്റെ തന്നെ പാപനിമിത്തമല്ല, തൻ്റെ ബലഹീനത നിമിത്തമല്ല, പിടിക്കപ്പെട്ടു പോയതുകൊണ്ടല്ല. അവൻ രക്തസാക്ഷിയാവുകയായിരുന്നില്ല, അവൻ ബലി അർപ്പിക്കുകയായിരുന്നു. അവൻ ദൈവത്തിൻ്റെ കുഞ്ഞാടാണ്, ബലിമൃഗമാണ്. ബലി എന്ന ആശയം ലോകത്തിലെ എല്ലാ മതങ്ങളിലുമുണ്ട്. ബലി എന്ന ആശയം ലോകത്തിലെ എല്ലാ മതങ്ങളിലുമുണ്ട്. ഒരു നിലയിൽ അല്ലെങ്കിൽ മറ്റൊരു നിലയിൽ മൃഗങ്ങളെ ബലിയർപ്പിക്കുന്നവരുണ്ട്, മനുഷ്യരെ ബലിയർപ്പിക്കുന്നവരുണ്ട്, ധാന്യങ്ങൾ ബലിയർപ്പിക്കുന്നവരുണ്ട്. എന്താണ് ബലി എന്ന ആശയം കൊണ്ട് അർത്ഥമാക്കുന്നത്? ബലി പകരം മരണമാണ്. പാപം ചെയ്തവൻ പാപം ചെയ്യാത്തവൻ്റെ മേൽ തൻ്റെ പാപങ്ങളെ പകർത്തിക്കൊടുത്തിട്ട് പാപത്തിൻ്റെ ശമ്പളമായ മരണം പാപം ചെയ്യാത്ത യാഗമൃഗം അനുഭവിക്കുന്നു. പഴയ നിയമത്തിലെ യഹൂദന്മാരുടെ മൃഗബലിയുണ്ട്. കളങ്കമില്ലാത്ത ഒരു ആട്ടിൻകുട്ടിയെ കൊണ്ടുവന്ന് പാപിയായ മനുഷ്യൻ തൻ്റെ പാപം ആ ആട്ടിൻകുട്ടിയുടെ മേൽ ചുമത്തിയിട്ട് ആട്ടിൻകുട്ടിയുടെ തലയിൽ വെച്ചിട്ട് തൻ്റെ പാപങ്ങളെ ആ ആട്ടിൻകുട്ടിയിലേക്ക് പകർന്നു നൽകിയിട്ട് ആ പാപത്തിൻ്റെ ശമ്പളമായ മരണം അവൻ്റെ മേൽ അടിച്ചേൽപ്പിക്കുമ്പോൾ പാപത്തിന് പരിഹാരം വന്നു എന്ന് പ്രതീക്ഷിക്കുകയാണ്. വാസ്തവത്തിൽ അവിടെ പാപത്തിന് പരിഹാരം വരുന്നില്ല. എങ്കിലും താത്കാലികമായി അങ്ങനെ ഒരു ക്രമീകരണമാണ് പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നത്. ബലി പകരം മരണമാണ്. ലോകത്തിൻ്റെ പാപങ്ങളെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടായ ഈശോ മിശിഹ ക്രൂശിൽ മരിക്കുമ്പോൾ സകലർക്കും പകരം നിൽക്കുവാൻ കഴിയുന്ന, സകലരെയും സൃഷ്ടിച്ച ദൈവത്തിൻ്റെ പുത്രൻ ജഡം ധരിച്ച ഭൂമിയിൽ വന്ന് പാപം ചെയ്യാതെ ജീവിച്ചിട്ട് വലിയ പാപിയെ പോലെ മരിക്കുമ്പോൾ സകലർക്കും പകരം നിൽക്കുവാൻ കഴിയുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് ബലിയർപ്പിക്കപ്പെടുകയായിരുന്നു. ആധുനിക ഭാഷയിൽ പറഞ്ഞാൽ ജാമ്യക്കാരൻ കടം കൊടുത്ത് വീട്ടുകയായിരുന്നു. ജാമ്യക്കാരൻ കടം കൊടുത്ത് വീട്ടിയാൽ കടത്തിന് ഇളവ് ലഭിക്കും, കടക്കാരൻ സ്വതന്ത്രനാകും. ദൈവത്തിൻ്റെ കോടതിയിൽ കടക്കാരായ നാം ഓരോരുത്തരും കെട്ടിവെക്കേണ്ട പാപക്കടം, പാപത്തിൻ്റെ ശമ്പളമായ മരണം ഈശോ മിശിഹ കെട്ടിവെച്ചു. ദൈവത്തിൻ്റെ കോടതിയിൽ മരിക്കുവാൻ ആവശ്യമില്ലാത്ത പരിശുദ്ധൻ പാപമാക്കി തീർക്കപ്പെട്ട് പാപത്തിൻ്റെ ശമ്പളമായ മരണം അനുഭവിച്ചു തീർത്തു. അവിടെ പാപത്തിന് പരിഹാരം വന്നു. ഇത് വിശ്വസിക്കുന്നവർക്കാണ് രക്ഷ സൗജന്യമായി ദൈവം ദാനം ചെയ്യുന്നത്. ഇത് വിശ്വസിക്കുന്നവർക്കാണ്. കർത്താവിനോട് ഒരിക്കൽ ചോദിച്ചു, ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരാകുവാൻ ഞങ്ങൾ എന്തു നന്മ ചെയ്യണമെന്ന് ചോദിച്ചു. കർത്താവ് കൊടുത്ത ഉത്തരം സൽപ്രവൃത്തികൾ ചെയ്യുക, പ്രാർത്ഥിക്കുക, നേർച്ച കാഴ്ചകൾ നടത്തുക എന്നൊന്നുമല്ല. കർത്താവ് കൊടുത്തു, ദൈവം അയച്ചവനിൽ വിശ്വസിക്കുക. ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ദൈവം അയച്ചവനിൽ വിശ്വസിക്കുകയാണ് ചെയ്യേണ്ടത്. ദൈവം അയച്ചത് ആരെയാണ്? ഈശോ മിശിഹായെ. ഈശോ മിശിഹ എന്തിനാണ് വന്നത്? പാപികളെ രക്ഷിപ്പാൻ. പാപികളെ രക്ഷിക്കുവാനായിട്ട് ഈശോ മിശിഹ എന്താണ് ചെയ്തത്? ക്രൂശിൽ മരിക്കുകയാണ് ചെയ്തത്. പാപത്തിന് ശമ്പളമായ മരണം മനുഷ്യർക്ക് വേണ്ടി മനുഷ്യൻ്റെ അക്കൗണ്ടിൽ നിന്ന് യേശു കർത്താവ് ഒപ്പിട്ട് വാങ്ങി. ഇനി ഏതൊരുവൻ ഈശോ മിശിഹായുടെ പകരം മരണത്തിൽ ആശ്രയിക്കുന്നുവോ അവർക്ക്
തങ്ങളുടെ പാപത്തിൻ്റെ ശമ്പളമായ മരണം ഒപ്പിട്ടു വാങ്ങേണ്ട ആവശ്യമില്ല. ഇതാണ് ഞങ്ങൾ പ്രസംഗിക്കുന്ന സുവിശേഷം. ഞങ്ങളുടെ ശ്രോതാക്കളെ ഞങ്ങൾ ആഹ്വാനം ചെയ്യുന്നത്, പ്രിയ സ്നേഹിതരെ ഞങ്ങൾ ആഹ്വാനം ചെയ്യുന്നത്, ജീവിച്ചിരിക്കുമ്പോൾ സുസാധ്യമായ, ഏവർക്കും സാധ്യമായ ഈ ആത്മരക്ഷ നിങ്ങൾ വിശ്വാസത്താൽ പ്രാപിക്കണം. മരണശേഷം നമുക്കൊരവസരമുണ്ട് എന്ന വ്യാമോഹത്തിൽ ആത്മഹത്യാപരമായ അലസത നമുക്കുണ്ടാകരുത്. പ്രത്യുത എൻ്റെ മരണം എപ്പോഴും സംഭവിക്കാം. എൻ്റെ ആത്മാവിൻ്റെ രക്ഷ എൻ്റെ ഉത്തരവാദിത്വമാണ്. അതിനായി ദൈവം ഒരുക്കിയിരിക്കുന്ന രക്ഷാമാർഗമാണ് ദൈവത്തിൻ്റെ കുഞ്ഞാടായ യേശു കർത്താവിൻ്റെ കാൽവരി ക്രൂശിലെ പകരം മരണം. ഒരുവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചു എന്നാണ് ബൈബിളിൻ്റെ പ്രഖ്യാപനം. ഒരുവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചു. എങ്കിൽ ഇനി പാപിയായ മനുഷ്യൻ മരിക്കേണ്ടതുണ്ടോ? ഇല്ല. എങ്ങനെയെങ്കിൽ യേശു കർത്താവിൻ്റെ പകരം മരണത്തിൽ ഈ പാപി ആശ്രയിക്കുന്നു എങ്കിൽ ഈ പാപി മരിക്കേണ്ടതില്ല. എത്രയോ ആശ്വാസകരമായ ഒരു ബൈബിൾ പ്രഖ്യാപനമാണതല്ലേ? റോമാലേഖനം 8-ാം അധ്യായം 1-ാം വാക്യം എത്ര ആവർത്തിച്ചാലും സൗന്ദര്യം ചോർന്നു പോകാത്ത, ശക്തി ചോർന്നു പോകാത്തൊരു വാക്യമാണ്. ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഇനിമേൽ ശിക്ഷാവിധിയില്ല. കാരണം ഈശോ മിശിഹാ ക്രിസ്തുവേശു നമ്മുടെ ശിക്ഷാവിധി ഏറ്റെടുത്തു. ജാമ്യക്കാരൻ കടം കൊടുത്തു വീട്ടി, പാപക്കടമില്ലാതായിരിക്കുന്നു, പാപി സ്വതന്ത്രനായിരിക്കുന്നു എന്ന് സ്വർഗം പ്രഖ്യാപിക്കുകയാണ്. ഇത്ര വലിയ രക്ഷ ദൈവം മാനവകുലത്തിന് ആയിട്ടൊരുക്കിയിരിക്കെ ഈ രക്ഷയെ തൃണവൽഗണിച്ചു പോകുന്നത്, അവഗണിച്ചു പോകുന്നത്, പുറങ്കാലുകൊണ്ട് തട്ടിമാറ്റുന്നത് എത്ര വലിയ ഭോഷത്വമാണ്. എൻ്റെ സൽപ്രവൃത്തികൾ കൊണ്ട് എനിക്ക് ദൈവരാജ്യം അവകാശമാക്കുവാൻ കഴിയും, എൻ്റെ സൽപ്രവൃത്തികൾ വിറ്റ് എനിക്ക് സ്വർഗത്തെ വിലയ്ക്ക് വാങ്ങുവാൻ കഴിയും എന്ന് നാം ചിന്തിക്കുന്നുവെങ്കിൽ നാം വിഡ്ഢികളുടെ ലോകത്താണ് ജീവിക്കുന്നത്. അങ്ങനെയല്ല കേട്ടോ പ്രിയപ്പെട്ടവരെ. സ്വർഗം വിലയ്ക്ക് വാങ്ങുവാൻ കഴിയുന്ന ഒന്നാണ് എന്ന് ആരും നമ്മെ തെറ്റിദ്ധരിപ്പിക്കരുത്. സ്വർഗം ദൈവത്തിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ്, വിലയ്ക്ക് വാങ്ങുവാൻ തക്കവണ്ണം ധനശേഷിയുള്ള, സമ്പത്തുള്ള ഒരുവനും ഉലകത്ത് ജീവിച്ചിട്ടില്ലെന്ന് മാത്രമല്ല, അതിൻ്റെ അടുക്കൽ പോകുവാൻ കഴിയാതെ വണ്ണം നാം ഒക്കെ പാപികളാണ്. പാപത്തിൻ്റെ ശമ്പളമാണ് മരണം. മരണം ദൈവത്തിൽ നിന്നുള്ള വേർപാടാണ്. രണ്ടാമത്തെ മരണമെന്നാണ് ബൈബിൾ അതിനെ വിളിക്കുന്നത്. ദൈവത്തിൽ നിന്നുള്ള വേർപാടാണ്, നരകമാണ്. അത് നമുക്ക് വേണ്ടി ദൈവത്തിൻ്റെ കുഞ്ഞാട് അനുഭവിച്ചു തീർത്തത് കൊണ്ട് നമുക്ക് രക്ഷയുണ്ട്. ഇത് വിശ്വസിക്കുവാൻ മാത്രമാണ് ദൈവവചനമായ ബൈബിൾ നമ്മോട് ആവശ്യപ്പെടുന്നത്. പുത്രനിൽ വിശ്വസിക്കുന്നവൻ ശിക്ഷാവിധിയിൽ നിന്ന് ഒഴിവുള്ളവനായി രക്ഷയിലേക്ക് കടന്നിരിക്കുന്നു. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. എഫേസ്യ ലേഖനം 2-ാം അധ്യായം 8, 9, 10 വാക്യങ്ങൾ ശ്രദ്ധയോടെ വായിച്ചാൽ അവിടെ ഇങ്ങനെ പറയുന്നു, കൃപയാലല്ലോ വിശ്വാസം മൂലം നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. നോക്കൂ, പാസ്റ്റ് ടെൻസാണ് അവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ഭൂതകാല ക്രിയയാണ്. രക്ഷിക്കപ്പെട്ടിരിക്കുന്നു, രക്ഷിക്കപ്പെടുവാൻ പോകുന്നത് എന്നല്ല. നിങ്ങൾ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. കൃപയാൽ, ദൈവത്തിൻ്റെ കൃപയാൽ, അതിൽ വിശ്വസിച്ചത് മൂലം പാപങ്ങൾ കഴുകപ്പെട്ടിരിക്കുന്നു, രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അത് നിങ്ങളുടെ പ്രവൃത്തികളുടെ ഫലമല്ല. സൽപ്രവൃത്തികൾ ദൈവത്തിന് കൊടുത്തിട്ട് രക്ഷ വിലയ്ക്ക് വാങ്ങുവാൻ കഴിയുമെന്ന് മതങ്ങൾ പഠിപ്പിക്കുമ്പോൾ ദൈവവചനമായ ബൈബിൾ തിരുത്തുകയാണ്. അത് സാധ്യമല്ല. സൽപ്രവൃത്തികൾ കൊണ്ട്, ന്യായപ്രമാണത്തിന് അനുസരണം കൊണ്ട് രക്ഷ നേടുക സാധ്യമല്ല. അത് ദാനമാണ്, ദൈവത്തിൻ്റെ ദാനമാണ്. കൃപയാൽ ദൈവത്തിന് ഈ രക്ഷ നമുക്ക് നൽകേണ്ട ഉത്തരവാദിത്വമൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മെ നരകത്തിലേക്ക് തള്ളിക്കളഞ്ഞിരുന്നുവെങ്കിൽ ദൈവം ചെയ്യുന്നത് തീർച്ചയായും 100% നീതിപൂർവകമായൊരു പ്രവൃത്തിയാകുമായിരുന്നു. കാരണം നാം പാപം ചെയ്ത് ദൈവത്തെ വെല്ലുവിളിച്ചവരാണ്, ദൈവത്തെ നിസ്സാരവൽക്കരിച്ചവരാണ്. നമ്മെ നരകത്തിന് ശിക്ഷിച്ചാൽ ആർക്കും അത് ചോദ്യം ചെയ്യുവാനാകുമായിരുന്നില്ല. പക്ഷേ ദൈവം കൃപയാൽ മനുഷ്യനോട് മനസ്സലിവ് തോന്നി, മനുഷ്യനെ തേടി വന്നു, മനുഷ്യന് വേണ്ടി ക്രൂശിൽ മരിച്ചിട്ട് പറഞ്ഞു, പാപിയായ മനുഷ്യ, നിന്റെ ശിക്ഷ ഞാൻ അനുഭവിച്ചു എന്ന് നീ സമ്മതിച്ചാൽ, നിന്റെ ശിക്ഷ ഞാൻ കൊടുത്തു വീട്ടി എന്ന് നീ സമ്മതിച്ചാൽ നിനക്കിനിമേൽ ശിക്ഷാവിധിയില്ല. ഇതിനേക്കാൾ ആശ്വാസകരമായ ഒരു പ്രഖ്യാപനം ബൈബിളിൽ ഉണ്ടെന്ന് തോന്നുന്നില്ല. ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഇനിമേൽ ശിക്ഷാവിധി ഇല്ല. നാം ഒക്കെ മരണത്തെ ഭയപ്പെടുന്നതിൻ്റെ കാരണം മരിച്ചാൽ ഞാൻ ശിക്ഷയിൽ അകപ്പെട്ടു പോകുമോ, ഞാൻ ശിക്ഷിക്കപ്പെടുമോ, നരകത്തിലേക്ക് പോകുമോ എന്ന ഭയമാണ് വാസ്തവത്തിൽ മരണഭയത്തിൻ്റെ പിറകിലുള്ള കാരണം. എന്നാൽ ക്രിസ്തുവേശുവിലുള്ളവർക്ക് ആ ഭയമില്ല. കാരണം എന്നെ കാത്തിരിക്കുന്നത് കർത്താവ് എനിക്കായി ഒരുക്കിയ
ദൈവരാജ്യമാണ്, സ്വർഗരാജ്യമാണ്. എനിക്കിനിമേൽ ശിക്ഷാവിധിയില്ല എന്ന ഉറപ്പ് ഏതൊരു ഭക്തനും പ്രാപിക്കാവുന്നതാണ്, പ്രാപിക്കേണ്ടതാണ്. മരണശേഷം ശേഷക്രിയകളാൽ മറ്റൊരാൾ നമുക്ക് വേണ്ടി നേടിയെടുത്തു തരുന്നതല്ല സ്വർഗരാജ്യം. പ്രത്യുത അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തതിന് തക്കവണ്ണമാണ് ഒരുവൻ രക്ഷ പ്രാപിക്കുന്നത്. ആ രക്ഷ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെയാണ് നമുക്ക് ലഭിക്കുന്നത്. ഏത് യേശുക്രിസ്തു എന്ന ചോദ്യമുണ്ട്. അത്ഭുത പ്രവർത്തകനായ യേശുക്രിസ്തുവാണ് പലരെയും രക്ഷിക്കുന്നത് എന്ന് പലരും ധരിച്ചിരിക്കുമ്പോൾ, അല്ല, ക്രൂശിക്കപ്പെട്ടവനായ യേശുക്രിസ്തു, എനിക്ക് പകരം ക്രൂശിൽ മരിച്ച ഈശോ മിശിഹ എൻ്റെ രക്ഷ സാധ്യമാക്കിയിരിക്കുന്നു. അവൻ്റെ രക്തം, അവൻ്റെ മരണം എൻ്റെ സകല പാപവും പോക്കി എന്നെ വിശുദ്ധനാക്കിയിരിക്കുന്നു. ചില ക്രിസ്തീയ മതങ്ങളിൽ വിശുദ്ധ പദവി കൊടുക്കുന്നത് ദൈവമല്ല, മനുഷ്യൻ തന്നെയാണ്. എന്നാൽ ദൈവവചനമായ ബൈബിൾ പറയുന്നു, യേശുവിൻ്റെ രക്തമാണ് ഒരുവനെ വിശുദ്ധനാക്കുന്നത്, അഥവാ യേശുവിൻ്റെ മരണമാണ്. യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, പുണ്യനദികളിൽ സ്നാനം ചെയ്യുന്നവരുണ്ട്. മലകൾ കയറി കുടുകുടാ വിയർത്ത് തങ്ങളുടെ പാപങ്ങളെ കഴുകിക്കളയാം എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. ഇല്ല കേട്ടോ, പുണ്യനദികളോ പുണ്യ മലകളോ നമ്മുടെ പാപങ്ങളെ കഴുകിക്കളയാതിരിക്കുമ്പോൾ യേശുവിൻ്റെ രക്തം, യേശുവിൻ്റെ മരണം നമ്മുടെ സകല പാപങ്ങളെയും കഴുകിക്കളഞ്ഞ് നമ്മെ വിശുദ്ധരാക്കുന്നു. ഇതാണ് ഞങ്ങൾ പ്രസംഗിക്കുന്ന സുവിശേഷം. അതുകൊണ്ടാണ് ലേഖനങ്ങൾ വായിക്കുമ്പോൾ എഫേസൂസിലുള്ള വിശുദ്ധന്മാർക്ക് എഴുതുന്നത്, മരിച്ചുപോയ ആളിനെക്കുറിച്ച് അല്ലാതെ പറയുന്നത്. ഇന്ന് നാം ധരിച്ചു വെച്ചിരിക്കുന്ന പോലെ വിശുദ്ധന്മാർ എന്ന് പറയുന്നത് മരിച്ചു കഴിഞ്ഞ് കുറേ കാലം കഴിയുമ്പോൾ ഏതെങ്കിലും ഒരാൾ വിശുദ്ധനായി പ്രഖ്യാപിക്കുന്ന ഒരാളല്ല. ബൈബിളിലെ ലേഖനങ്ങളിലെ ആമുഖമായി കാണുന്ന വിശുദ്ധന്മാർക്ക് എഴുതുന്നത് എന്ന പ്രയോഗത്തിൽ കാണപ്പെടുന്നവർ അവർ ജീവിച്ചിരിക്കുന്ന സാധാരണക്കാരാണ്. അവർ ജീവിച്ചിരുന്ന് തങ്ങൾക്ക് വേണ്ടി മരിച്ച ഈശോ മിശിഹായിൽ വിശ്വസിച്ചതുകൊണ്ട് അവർ വിശുദ്ധരായി തീർന്നു. യേശുവിൻ്റെ രക്തം അവരുടെ സകല പാപവും പോക്കി അവരെ വിശുദ്ധീകരിച്ചു. ഞങ്ങൾ എന്തുകൊണ്ടാണ് ആവേശത്തോടെ ഈ സുവിശേഷം ആവർത്തിച്ച് പ്രസംഗിക്കുന്നതെന്ന് ചോദിച്ചാൽ, സൗജന്യമായി ലഭിക്കുന്ന സമ്പൂർണമായ ആത്മരക്ഷ, ഒരു പൈസ മുടക്കുവാൻ ആവശ്യമില്ലാത്ത ആത്മരക്ഷ, ഏത് സാധാരണക്കാരനും പോരാ, ഏത് കൊടും പാപിക്കും ലഭ്യമാകുന്ന ആത്മരക്ഷ കയ്യെത്തും ദൂരത്തുള്ളപ്പോൾ നാം എന്തിന് രക്ഷ തേടി അകലേക്ക് പായണം? പ്രിയപ്പെട്ടവരെ, കയ്യെത്തുന്ന ദൂരത്തുള്ള രക്ഷയാണ് കാൽവരി ക്രൂശിൽ ദൈവം നമുക്കായി ഒരുക്കിയത്. ഈ രക്ഷ വിശ്വാസത്താൽ സ്വീകരിക്കുവാൻ ഞങ്ങളുടെ ശ്രോതാക്കളെ ദൈവം സഹായിക്കട്ടെ. അതിനാവശ്യം എനിക്ക് രക്ഷ സാധ്യമല്ല എന്ന തിരിച്ചറിവും, ദൈവം എനിക്ക് ആ രക്ഷ സാധ്യമാക്കി എന്ന തിരിച്ചറിവും, അതിൽ ഞാൻ ആശ്രയിക്കുന്നു, മറ്റൊന്നിലും ഞാൻ ആശ്രയിക്കുന്നില്ല എന്നുള്ള സമ്മതവും ഉണ്ടെങ്കിൽ, കർത്താവേ, പാപിയായ എനിക്ക് വേണ്ടി അങ്ങ് മരിച്ചു അല്ലേ, ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുന്നു, ഞാൻ അങ്ങയിൽ ആശ്രയിക്കുന്നു, ഞാൻ അങ്ങയിൽ മാത്രം വിശ്വസിക്കുന്നു, എന്നെ രക്ഷിക്കുവാൻ പര്യാപ്തമായി മറ്റൊന്നുമില്ല, വേറൊരു മധ്യസ്ഥനില്ല, ആകാശത്തിന് കീഴെ മനുഷ്യർക്കിടയിൽ മധ്യസ്ഥനായി നിലകൊള്ളുവാൻ യോഗ്യനായ ഒരേ ഒരുവൻ എനിക്ക് വേണ്ടി മരിച്ച ദൈവവും മനുഷ്യനുമായ ഈശോ മിശിഹായാണ്. ഞാൻ അങ്ങയെ വിശ്വസിക്കുന്നു, അങ്ങയിൽ ആശ്രയിക്കുന്നു എന്ന് പറഞ്ഞാൽ യേശുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ട ഒരു കൊടും കള്ളൻ ആ നിമിഷം രക്ഷ പ്രാപിച്ചതുപോലെ, ഇന്ന് നീ എന്നോടുകൂടെ പർദീസയിൽ എന്ന് കർത്താവിൻ്റെ സമ്മുഖത്തു നിന്ന് അവൻ ഉറപ്പ് കിട്ടിയതുപോലെ നമുക്കും ഉറപ്പ് ലഭിക്കുന്നതാണ്. ഈ ഉറപ്പ് ലഭിക്കുവാൻ ഞങ്ങളുടെ ശ്രോതാക്കളെ ദൈവം സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. ദൈവത്തിന് മഹത്വം. വലിയൊരു സന്തോഷത്തിൻ്റെ വചനങ്ങളാണ് ദൈവം നമ്മെ കേൾപ്പിച്ചത്. പൊതുവെ മനുഷ്യർ ചിന്തിക്കുന്ന ഒരു ചിന്തയാണ്, മരണത്തിന് ശേഷമുള്ള ശേഷക്രിയകളാൽ മനുഷ്യന് രക്ഷപ്പെടുവാനായിട്ട് കഴിയും എന്നുള്ളതായിരിക്കുന്ന ചിന്ത നമുക്കെല്ലാവർക്കുമുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ വചനം നമ്മൾ പരിശോധിക്കുമ്പോൾ നാം അല്പം മുമ്പ് കേട്ടതായിരിക്കുന്ന സന്ദേശം പോലെ തന്നെ മരണത്തിനപ്പുറം നാം ചെയ്യുന്നതായിരിക്കുന്ന ആചാരങ്ങൾ കൊണ്ടോ കർമ്മങ്ങൾ കൊണ്ടോ മനുഷ്യൻ്റെ ആത്മാവിനെ രക്ഷിക്കുവാൻ മനുഷ്യന് കഴിയുകയില്ല എന്നുള്ളത് വളരെ സത്യമായിരിക്കുന്ന കാര്യമാണ്. നാം ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് സ്വർഗരാജ്യം ഉറപ്പാക്കുവാനായിട്ട് കഴിയും എന്നുള്ളത് ദൈവത്തിൻ്റെ വചനം നമുക്ക് നൽകുന്ന ഉറപ്പാണ്.
മനുഷ്യൻ്റെ പ്രയത്നങ്ങൾ അവസാനിച്ച സമയത്ത് മനുഷ്യൻ കർമ്മങ്ങൾ ചെയ്തു, സൽപ്രവൃത്തികൾ ചെയ്തു, ദാനധർമ്മങ്ങൾ നടത്തി, പ്രാർത്ഥനകൾ നടത്തി, ശേഷക്രിയകൾ നടത്തി. പക്ഷേ മനുഷ്യൻ്റെ ഹൃദയത്തിൽ ഇന്നും അവശേഷിക്കുന്ന ഒരു ചോദ്യം ഇതാണ്: എൻ്റെ ആത്മാവിൻ്റെ രക്ഷ എനിക്കെവിടെ? പ്രിയപ്പെട്ടവരെ, ഇതാ അതിൻ്റെ ഉത്തരം കർത്താവായ യേശു ക്രിസ്തുവിൽ തീരുകയാണ്. ഈ കർത്താവിനെ നോക്കിക്കൊണ്ട്, കർത്താവെ, ഞാനൊരു പാപിയാണ്, ഞാനൊരു ബലഹീനനാണ്, എന്നെ രക്ഷിക്കുവാൻ എനിക്ക് കഴിയുകയില്ല, എന്നെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് ക്രൂശിലേക്ക് അടുത്തു വന്നാൽ നമുക്ക് രക്ഷയുണ്ട്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകട്ടെ, രക്ഷയ്ക്ക് കാരണമായി തീരട്ടെ. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായിരിക്കുന്ന സ്വർഗീയ നല്ല പിതാവേ, അത്യുന്നതനായ ദൈവമേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. സകല പ്രപഞ്ചത്തെ ഉണ്ടാക്കിയ സകലത്തിന് നാഥനായിരിക്കുന്ന കർത്താവെ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. മനുഷ്യനെ സൃഷ്ടിച്ച ദൈവം, മനുഷ്യൻ പാപം ചെയ്തത് മുഖാന്തരം പാപത്തിൻ്റെ അടിമയായി തീർന്ന മനുഷ്യന് രക്ഷയായി അവിടുത്തെ പുത്രനായിരിക്കുന്ന യേശു ക്രിസ്തുവിനെ ഭൂമിയിലേക്ക് അവിടെ നയിച്ചു. ഞങ്ങളുടെ പാപത്തിൻ്റെ പരിഹാരത്തിനായി പുത്രനായിരിക്കുന്ന യേശു ക്രിസ്തു സകല മനുഷ്യരുടെയും പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി തൻ്റെ ശരീരത്തെ തകർത്ത് കളഞ്ഞ് ഞങ്ങൾ അനുഭവിക്കേണ്ട പീഡാസഹനങ്ങളും കഷ്ടാനുഭവങ്ങളും ഞങ്ങൾക്ക് പകരക്കാരനായി അവിടുന്ന് ക്രൂശിൽ അനുഭവിച്ചു തീർത്തുവല്ലോ. കർത്താവെ, ആ ക്രൂശിനെ നോക്കി വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തിക്കും സൗജന്യമായിരിക്കുന്ന രക്ഷയും പാപമോചനവും ഉണ്ട് എന്നുള്ള വചനത്തിനായി നന്ദിയോടെ സ്തോത്രം. കർത്താവെ, ഇന്ന് വചനം കേൾക്കുന്ന ഈ പ്രിയ സ്നേഹിതർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരെ കർത്താവ് സഹായിക്കണമേ. കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുവാൻ, രക്ഷ പ്രാപിക്കുവാൻ, ക്രൂശിൻ്റെ സന്ദേശത്തെ മനസ്സിലാക്കുവാൻ അവിടുന്ന് സഹായിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. ഈ പ്രോഗ്രാം നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പ്രാർത്ഥന ആവശ്യങ്ങളും ഞങ്ങളെ അറിയിച്ചാലും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഞങ്ങളുമായി ബന്ധപ്പെടേണ്ട വിലാസം: അഗാപ്പെ ഗോസ്പൽ മിനിസ്ട്രീസ്, 87 മൈത്രി നഗർ, ആശ്രാമം, കൊല്ലം. ഇമെയിൽ ID satyamsatyamai@gmail.com. ഫോൺ നമ്പർ 8136936648. ബൈബിൾ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങളും ചോദ്യങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലൂടെ ഞങ്ങളെ അറിയിച്ചാലും അതിനുള്ള ഉത്തരങ്ങൾ ഞങ്ങൾ നിങ്ങൾക്ക് നൽകുന്നതാണ്. ഈ പ്രോഗ്രാമിന്റെ മറ്റ് സന്ദേശങ്ങളും പാട്ടുകളും കേൾക്കുവാനായി സത്യം സത്യമായി എന്ന ഫേസ്ബുക്ക് പേജും സത്യം സത്യമായി എന്ന യൂട്യൂബ് ചാനലും സന്ദർശിച്ചാലും ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സത്യം സത്യമായി